ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു റൊമാൻറ്റിക് ടിപ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊപ്പം കൂട്ടുകൂടണേ. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇതുവരെ കാണാത്ത 100-ലധികം മികച്ച സെക്സ് പൊസിഷന്റെയും 30-ലധികം മികച്ച ഓറൽ സെക്സ് പൊസിഷന്റെയും HD ഫോട്ടോസ് അടങ്ങിയ ഈ ബുക്ക് ലഭ്യമാണ്. ലിങ്ക് ഞാൻ ഉൾപ്പെടുത്താം. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഇനിയെന്നും മടുക്കാത്ത ലൈംഗിക ജീവിതം ആസ്വദിക്കൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഓറൽ സെക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് പങ്കാളികൾ രണ്ടുപേരുടെയും ശാരീരികമായിട്ടുള്ള വൃത്തിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പങ്കാളികൾക്ക് രണ്ടു പേർക്കും ഇതിനോട് താല്പര്യം ഉണ്ടായിരിക്കണം എന്നതാണ്. ഓറൽ സെക്സ് ചെയ്യുന്നതിന് 3 ടിപ്സ് ഉണ്ട്. അത് ലിക്ക്, സക്ക്, സ്റ്റിമുലേറ്റ് എന്നതാണ്. അതായത് നാവും ചുണ്ടും വായും ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു രതിപ്രക്രിയയിലൂടെ അല്ലെങ്കിൽ ആ ഒരു കലാപ്രകടനത്തിലൂടെയാണ് പങ്കാളികളെ ഉത്തേജിപ്പിക്കുകയും രതിമൂർച്ചയിൽ എത്തിക്കുകയും ചെയ്യുന്നത്. ഇത് ഓറൽ സെക്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. ഓറൽ സെക്സ് ചെയ്യുമ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ത്രീയുടേതായാലും പുരുഷൻ്റെതായാലും ലൈംഗിക അവയവം നിർമ്മിച്ചിരിക്കുന്നത് സോഫ്റ്റ് ടിഷ്യൂസ് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വേദനിപ്പിക്കാനോ മുറിവുണ്ടാക്കാനോ പാടുള്ളതല്ല. വളരെ സൂക്ഷിച്ച് ആസ്വാദകരമായ രീതിയിൽ ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് തന്നെ പുരുഷന് ഇജാക്കുലേഷനും സ്ത്രീക്ക് ഓർഗാസം അതല്ലെങ്കിൽ രതിമൂർച്ച ലഭിക്കുകയും ചെയ്യും. ലൈംഗികതയെക്കുറിച്ചും ലൈംഗിക ബന്ധത്തിനെക്കുറിച്ചും ഓറൽ സെക്സിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓറൽ സെക്സ് പങ്കാളികളിൽ ആര് തുടങ്ങി വെക്കും എന്നതാണ്. ഇപ്പൊ ലൈംഗിക ബന്ധമാണെങ്കിൽ സ്ത്രീക്കോ പുരുഷനോ ആർക്ക് വേണമെങ്കിലും ആദ്യമേ താല്പര്യം കാണിച്ച് നല്ല രീതിയിലൊരു ലൈംഗിക ബന്ധം സാധ്യമാക്കാവുന്നതാണ്. സെക്സിന്റെ കാര്യത്തിൽ ആര് ആദ്യം തുടങ്ങണം എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ശരിക്കും ആരാണ് ഓറൽ സെക്സ് തുടങ്ങി വെക്കേണ്ടത്, സ്ത്രീയാണോ പുരുഷനാണോ? അപ്പോൾ എന്തുകൊണ്ടാണ് ആരാദ്യം തുടങ്ങണം എന്നൊരു ചോദ്യം വന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതായത് ഓറൽ സെക്സ് ആര് ആദ്യം തുടങ്ങി വെക്കണം, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും പുരുഷനായിരിക്കണം ആദ്യം ഓറൽ സെക്സ് ചെയ്തു തുടങ്ങേണ്ടത്. അതിന് വ്യക്തമായ കാരണങ്ങളും ഉണ്ട്. കാരണം പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ലൈംഗികപരമായ ഉത്തേജനം ഉണ്ടാവുന്നതിനും അതേപോലെ ലൈംഗികപരമായ ഒരു ഉണർവ് ഉണ്ടാവുന്നതിനും ഒരുപാട് സമയമെടുക്കുന്നു. പുരുഷന്മാർക്കാണെങ്കിൽ ലൈംഗികപരമായ ഉണർവ് ഉണ്ടാവുന്നതിനും ഉത്തേജനം ഉണ്ടാകുന്നതും വളരെ പെട്ടെന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പുരുഷൻ സ്ത്രീക്കായിരിക്കണം ആദ്യം ഓറൽ സെക്സ് ചെയ്ത് നൽകേണ്ടത്. സ്ത്രീക്ക് ലൈംഗികപരമായ ഒരു ഉണർവ് അല്ലെങ്കിൽ ഉത്തേജനം ലഭിച്ചതിന് ശേഷം തിരിച്ച് പുരുഷനും ഇത് ചെയ്ത് നൽകാവുന്നതാണ്. അങ്ങനെ ചെയ്ത് നൽകുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് നല്ല രീതിയിൽ ലൈംഗികത ആസ്വദിക്കാൻ കഴിയുന്നതാണ്. സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും നല്ല രീതിയിലൊരു ലൈംഗികത അവിടെ ലഭ്യമാകുന്നതാണ്. ഭാര്യയ്ക്കൊരു ഉത്തേജനം ലഭിച്ചതിന് ശേഷം ഒരുമിച്ച് ഭാര്യയ്ക്കും ഭർത്താവിനും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഭർത്താവിന് ഇജാക്കുലേഷൻ സംഭവിക്കുകയും സ്ത്രീക്ക് രതിമൂർച്ച ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായി ഭാര്യ ഭർത്താവിന് ആദ്യം ഓറൽ സെക്സ് ചെയ്ത് നൽകുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഇജാക്കുലേഷൻ സംഭവിക്കും. അതായത് സ്ത്രീക്ക് ഒരു ഉത്തേജനം അല്ലെങ്കിൽ ഒരു ലൈംഗിക ഉണർവ് ലഭിക്കുന്നതിന് മുന്നേ തന്നെ പുരുഷന് ഇജാക്കുലേഷൻ സംഭവിക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് ശിഖരസ് കലരം കൂടെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഭർത്താവെങ്കിൽ ഈ ഒരു ഓറൽ സെക്സ് ഭാര്യ ചെയ്തു നൽകുന്നതിന്റെ ഒപ്പം തന്നെ അവർക്ക് പെട്ടെന്ന് ഇജാക്കുലേഷൻ സംഭവിക്കും. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് നല്ല രീതിയിലുള്ളൊരു ലൈംഗിക ജീവിതം സാധ്യമാകത്തില്ല. കാരണം പുരുഷന്മാർക്ക് ഇജാക്കുലേഷൻ സംഭവിച്ചതിന് ശേഷം അവരുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനം മൂലം പെട്ടെന്ന് തന്നെ അവർ ഉറങ്ങിപ്പോകും. അപ്പോൾ ആ ഉറക്കത്തെ മറികടന്ന് അവർ ലൈംഗികപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് നല്ല രീതിയിലുള്ളൊരു ലൈംഗിക ജീവിതമോ അതല്ലെങ്കിൽ രതിമൂർച്ചയോ സാധ്യമാകത്തില്ല. ഈ രീതിയിൽ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പങ്കാളികൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിലുള്ളൊരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ലൈംഗിക ജീവിതം സാധ്യമായിരിക്കുകയില്ല. നിങ്ങൾക്ക് ഭാര്യയിൽ നിന്ന് ഓറൽ സെക്സ് ലഭിക്കുന്നില്ല എങ്കിൽ ഭാര്യ നിങ്ങളിൽ നിന്നും ഓറൽ സെക്സ് ചോദിക്കാനോ ആവശ്യപ്പെടാനോ പാടുള്ളതല്ല. കാരണം ഇതൊരു പരസ്പര മര്യാദ കൂടി ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു ലൈംഗികരമായ കാര്യമാണ് ഈ ഓറൽ സെക്സ് എന്നുള്ളത്. അല്ലാതെ ഒരാൾക്ക് മാത്രം എന്നുള്ളതല്ല ഇതിന്റെ ശരിയായ രീതി. നിങ്ങളിത് ആഗ്രഹിക്കുകയും പങ്കാളിക്ക് ഇത് ചെയ്ത് നൽകാതിരിക്കുകയും ചെയ്യുന്നത് വളരെയധികം തെറ്റാണ്. നിങ്ങളത് ആഗ്രഹിക്കുകയും എന്നാൽ പങ്കാളിക്ക് ചെയ്ത് നൽകുന്നുമില്ല. അതായത് ഭാര്യയിൽ നിന്ന് നിങ്ങളിത് ആഗ്രഹിക്കുകയും എന്നാൽ തിരിച്ചത് ഭാര്യയ്ക്ക് ചെയ്ത് നൽകുന്നുമില്ല. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ചിലപ്പോൾ യോനിയോടുള്ളൊരു അറപ്പോ വെറുപ്പോ ആയിരിക്കാം. അല്ലെ, അത്തരത്തിലുള്ളൊരു കാര്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ തോന്നുന്നുണ്ട് എങ്കിൽ കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് ലൈംഗികപരമായ രീതിയിൽ ഇടപഴകാനുള്ള പക്വത ആയിട്ടില്ല എന്നുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇത് ചെയ്ത് നൽകുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും ഭാര്യയിൽ നിന്നും ഇത് നിങ്ങൾ ആവശ്യപ്പെടാൻ പാടുള്ളതല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് യോനിയെക്കുറിച്ചുള്ള അർപ്പ് അല്ലെങ്കിൽ വെറുപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് യോനിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ഏറ്റവും നല്ല രീതിയിൽ ഭാര്യയ്ക്ക് എങ്ങനെ ഓറൽ സെക്സ് ചെയ്ത് നൽകാം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ നാണം അല്ലെങ്കിൽ ലജ്ജ എന്ന് പറയുന്ന കാര്യത്തിന് സ്ഥാനമില്ല. ഓറൽ സെക്സ് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ട് പങ്കാളികൾക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്ന കാര്യമാണ്. ഈ ഉഭയസമ്മത പ്രകാരം രണ്ടുപേരും കൂടി ചെയ്യുന്ന ഈ ഒരു കാര്യത്തിന്റെ ആസ്വാദനം വളരെയധികം കൂടുതലാണ്. ഇരു പങ്കാളികൾക്കും ആനന്ദം ലഭിക്കുന്നു എന്നതാണ് ഉഭയസമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം. അപ്പോൾ ഓറൽ സെക്സ് ഏറ്റവും ആദ്യം ആര് ചെയ്യണം, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.